സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഇന്നലെ പവന് 1,13,880 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. എന്നാൽ ഇന്ന് വിലയിൽ നേരിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 400 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,13,480 രൂപയായി. ഗ്രാമിന് 14,185 രൂപയാണ് നൽകേണ്ടത്. വിപണി വില ഇത്രയാണെങ്കിലും GSTയും പണിക്കൂലിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വില വീണ്ടും വർദ്ധിക്കും. രാജ്യത്ത് സ്വർണത്തിന് 3% GSTയാണ് ഈടാക്കുന്നത്. പണിക്കൂലി ജ്വല്ലറികൾക്കനുസരിച്ച് വ്യത്യസ്തപ്പെടുമെങ്കിലും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായി കണക്കാക്കുന്നത് 5%. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തുടരുന്നതാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടത്തിനു പിന്നിൽ. സാധാരണ യുദ്ധാവസ്ഥകളിൽ സ്വർണ്ണവില കുതിക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ച് സ്വർണ്ണവില ഇടിയുകയായിരുന്നു. യുദ്ധം അവസാനിക്കാൻ പോകുന്നുവെന്ന സൂചനകളെ തുടർന്ന് വില ഇടയ്ക്ക് ഉയർന്നിരുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതും ഇറാൻ ചരക്കുകപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതുമടക്കമുള്ള വിഷയങ്ങളാണ് നിലവിൽ വില കുറയാൻ കാരണം. സംഘർഷങ്ങളെ തുടർന്ന് എണ്ണവില ഉയർന്നതോടെ സ്വാഭാവികമായും ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞു. ഇതാണ് കേരളത്തിലെ വിലയെയും സ്വാധീനിക്കുന്നത്. സ്വർണ്ണവില കൂടുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവ പ്രവചനാതീതമാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഗതിയാണ് കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഇറാനിൽ വെടിനിർത്തൽ നീട്ടാൻ ട്രംപ് തീരുമാനിച്ചതും സമാധാന ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങളും വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ സ്വാധീനിച്ചേക്കും. കൂടാതെ ഡോളറിന്റെ മൂല്യവും US ഫെഡറൽ ബാങ്ക് പലിശ നിരക്കുകളും വിലയെ ബാധിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി USഉം ഇറാനും തമ്മിലുള്ള കലഹം ക്രൂഡ് ഓയിൽ വില താഴേക്ക് നീങ്ങാൻ കാരണമായിട്ടുണ്ട്.